ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെയായിരിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ച ഒമർ അബ്ദുള്ളയെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ ജനങ്ങളും ഇന്ന് ഭാരതത്തിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും റംബാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെയായിരിക്കുമെന്ന് ജമ്മു കശ്മീരിൽ റംബാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ആവശ്യമില്ലായിരുന്നുവെന്ന നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു രാജ്നാഥ് സിംഗ്. തൂക്കിക്കൊല്ലാതെ അഫ്സൽ ഗുരുവിനെ പരസ്യമായി പൂമാലയിട്ട് സ്വീകരിക്കണോ എന്നും രാജ്നാഥ് സിംഗ് ചോദിച്ചു. उमर अब्दुल्ला साहब ने क्या कहा है? कहा अफजाल गुरु को फांसी नहीं होनी चाहिए। मैं पूछना चाहता हूं उमर अब्दुल्ला साहब से कि अफजाल गुरु का फांसी नहीं होनी चाहिए थी, क्या उन्हें सार्वजनिक रूप से माला पहनाया जाना चाहिए? क्या किया जाना चाहिए? इस सवाल का मैं आपसे जवाब चाहता हूं. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കശ്മീർ താഴ്വരയിൽ ഭീകരവാദത്തിന്റെ മുനയൊടിഞ്ഞു. ജമ്മു കശ്മീർ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ വികസനത്തിന്റെ പാതയിലാണെന്നും പാക് അധിനിവേശ ജമ്മു കശ്മീരിലെ ജനങ്ങൾ പോലും ഇന്ന് ഭാരതത്തിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. മുൻപ് തോക്കും ബോംബുകളും പിടിച്ചിരുന്ന കൈകൾ ഇന്ന് ലാപ്ടോപ്പും തൊഴിലുപകരണങ്ങളും കൈകാര്യം ചെയ്യുകയാണെന്നും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാൻ ഇനി ആർക്കും ധൈര്യമുണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. कांग्रेस कहते हैं कि 370 को फिर से लाएंगे. लाकर दिखाओ यदि हिम्मत है. जब तक भारतीय जनता पार्टी हिंदुस्तान में रहेगी बहनों भाइयों, कोई मां का लाल यहां धारा 370 इम्पोज नहीं कर सकता है. जनम, दिल्ली.